കഴിഞ്ഞ കളിക്ക് ശേഷം എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നു, കളിയാക്കുന്നു, നമ്മുടെ ഫാൻസ് പോലും. പക്ഷെ ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. ഓ, അപ്പം പ്രശ്നം നിങ്ങൾ തന്നെയാണെന്ന് സ്വന്തമായിട്ടൊരു ധാരണ ഉണ്ടല്ലേ? എടാ അതല്ല, ഇവിടെ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, കുറച്ച് മോട്ടിവേഷനാണ് തരുന്നത്. അതിനാണ് ഞാൻ ഈ വെള്ള ജേഴ്സി ഇട്ടുകൊണ്ട് വന്നത്. വാവ്, മോട്ടിവേഷൻ എന്നാ കേക്കട്ടെ. ഈ തൂവെള്ള കുപ്പായത്തിൽ ചോരയും ചെളിയും പുരണ്ടേക്കാം. അതെ അതെ അണ്ണാ, ഈ ഡിറ്റർജന്റിന്റെ പരസ്യം ഞാൻ കുറെ കേട്ടിട്ടുള്ളേ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ആണാ, എന്നാ ഞാൻ മറ്റേ എടുക്കട്ടെ. ഓ ഇങ്ങേര്, എന്നാ പിന്നെ ആ 90 കഥയും കൂടെ പറ. അതെന്തോന്ന് പറയാൻ, ഇപ്പൊ ബെർണാബിയിലെ 90 നമുക്കാണ് കൂടുതലായിട്ട് തോന്നുന്നത്. അണ്ണാ, നമ്മുടെ പ്രശ്നം എന്താ അറിയോ, നമുക്കൊരു പ്ലാൻ ബി ഇല്ല. പ്ലാൻ എ അങ്ങുള്ള പോലെ. പണ്ട് സീതാൻ പാസ്റ്റ് ക്രിസ്ത്യാനോ എന്ന് പറയുന്ന പോലെ ഇപ്പൊ പാസ്റ്റ് എംബാപ്പെ മാത്രമേ നടക്കുന്നുള്ളൂ. അവ എത്രയെന്ന് വെച്ച് കളിക്കും. പിന്നെ ഡിഫൻസിന്റെ കാര്യമൊന്നും പറയാൻ വേണ്ട. അതിന് പറയാൻ വേണ്ടി ആരും ഇല്ലല്ലോ. ഇനി സിറ്റിയുടെ കൂടെ ആരെ പിടിച്ച് നിർത്തുമെന്തോ. റാമോസ് എന്നും പറഞ്ഞ് വന്നവരത്തെ ഇപ്പൊ ഗ്രൗണ്ടിൽ സ്വന്തമായിട്ട് തന്നെ വീണ് കളിക്കുക. സിറ്റി ആയിട്ട് നമ്മൾ ജയിച്ചാൽ പോയ ഇമേജ് തിരിച്ചു പിടിക്കുക. ആ, എനിക്കും ആ പെർസിന്റെ അടുത്ത് പറഞ്ഞിരിക്കാം. നിന്റെ കണ്ണെങ്ങനുണ്ട്? ചോര കുറച്ച് പോയി, എന്നാലും കുഴപ്പമില്ല. ഒരു മനുഷ്യത്വം ഇല്ലാത്ത റഫറി തന്നെ. സാധാരണ ഒരുത്തൻ ചോര വലിച്ചിരിക്കുന്ന കണ്ട് അവന് തുടയ്ക്കാൻ കർച്ചീഫല്ലി കൊടുക്കുന്നുണ്ട്. ഇയാളെ എല്ലോ എടുത്ത് കാണിച്ചിരുന്നു, കള്ള ബടുവ. മൂത്രമൊഴിക്കാൻ പൊക്കോട്ടയും ചോദിക്കാൻ വന്ന എൻട്രിക്കിന് വരെ റെഡ് കാർഡ് കൊടുത്തു. അപ്പോഴാ പുറത്തെന്തോ ഒരു ബേളം. 2 ദിവസമായിട്ട് എന്നെ കണ്ണിപ്പട നടക്കുമായിരുന്നു. ഇന്ന് കിട്ടി. നീ ആരുടെ കാര്യം പറയുന്നത്? നമ്മുടെ ടീമിൽ അണ്ടർടേക്കറില്ലേ, അവനവിടെ പോസ്റ്റ് കേട്ടിട്ടുണ്ട്. വേണേ പോയി എടുത്തോ. ഇനി മേലെ അവൻ കളി നോക്കിക്കരുത്. അണ്ടർടേക്കർ? കർത്താവേ, റൂഡിഗർ.